യെസ്. Yeah. Yes. Yes. വെൽക്കം ബാക്ക്. എൻ്റെ കയ്യിലുള്ള ഒരു PVC പൈപ്പാണ്. ഈ ഒരു പീസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇന്നൊരു സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കാൻ പോകണം. സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കവണ അല്ലേ? കവണ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ PVC ഐറ്റമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലുള്ള DIY വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തു തരുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് പറഞ്ഞില്ല, നമ്മൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെയുള്ളൊരു കവണ, കിടിലൻ കവണ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 4-5 PVC പൈപ്പ് ഒരു 13.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്നും ഒരു കഷ്ണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ലൈൻ ഇട്ടിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. സാധാരണ ആക്സോ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമ്മൾ പീസാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നിവർത്തിയെടുക്കണം. അതിനു മുമ്പ് 4 ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതേപോലെ 4 പോയിന്റ് മാർക്ക് ചെയ്തു. നമ്മളിവിടെ 4 ഹോളുകൾ ഇടാനായിട്ട് റൗണ്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം മിനി ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഡ്രില്ല് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തു. ഇനി അത് വലുതാക്കി എടുക്കാം. അതിനായിട്ട് ഇതേപോലെയുള്ള ടൂളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വലുതാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ഹോള് റൗണ്ട് കറക്റ്റായിട്ട് വിരലുകൾ കൊള്ളുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നല്ല വൃത്തിയായിട്ട് ഫിനിഷായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ 1 ചെയ്തു. ഇതേപോലെ 4 ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വിരലുകൾ കൊള്ളാനാണ്. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതൊന്ന് നിവർത്തിയെടുക്കണം. അതിനായിട്ട് അയൺ ബോക്സ് എടുക്കുക. അയൺ ബോക്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ തുണി ഉപയോഗിച്ചതിന് ശേഷം അയൺ ബോക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നിവർത്തിയെടുക്കാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഹീറ്റാക്കിയതിന് ശേഷം ഇതേപോലെ സാവകാശം നിവർത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ മാക്സിമം ഫിനിഷ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ CD മാർക്കർ ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു. എന്നതിന് ശേഷം അവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഗ്രൈൻഡർ ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മളോട് കഴിയുമ്പോൾ തന്നെ ഫിനിഷിംഗ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ 1/2 PVC പൈപ്പിൻ്റെ എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഈ എൻഡ് ക്യാപ്പിൻ്റെ ഈ ഒരു മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് 4 നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. അതിനുശേഷം 1/2 PVC പൈപ്പിൻ്റെ 2 ചെറിയ പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള 1/2 PVC പൈപ്പിൻ്റെ 2 പീസുകൾ നമ്മൾ എടുത്തു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 ഹോളുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്ക് ഭാഗത്ത് ഒരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോള് വലിയ ഹോളാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ 2 ഹോളുകൾ നമ്മൾ വലിയ ഹോളുകളാക്കി 1 ചെറിയ ഹോളും ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച PVCയുടെ ഈ ഷീറ്റിൽ ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് 2 അറ്റത്തും മാർക്ക് ചെയ്തു. ശേഷം നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ചതിന് ശേഷം ഹോൾ ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ സൈക്കിൾ സ്ക്രൂ എടുത്തു. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ വോൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ 2 നമ്മളവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഇട്ട ഒരു ഹോളിൻ്റെ അതേ ലെവൽ തന്നെ കറക്റ്റായിട്ട് ഒരു ഹോൾ കൂടും ഈ ഒരു ഷീറ്റിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഡ്രില്ല് ഉപയോഗിച്ചതിന് ശേഷം നമ്മളവിടെ ഹോൾ ഇട്ട് കൊടുത്തു. 2 ഭാഗത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, ആ ഒരു ഹോളും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വേണം കേട്ടോ, വലിയ ഹോളായിരിക്കണം. അതിനുശേഷം ഇതേപോലെയുള്ള ഒരു കവണയുടെ റബ്ബർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ റബ്ബർ പഴയ കവണയിൽ നിന്നും ഞാൻ എടുത്തതാട്ടോ. ഇതേപോലെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂബ് ഉണ്ടല്ലോ, ടയറിൻ്റെ ട്യൂബ് എടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എൻഡ് ക്യാപ്പിൻ്റെ വലിയ ഹോളുകളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ താഴേക്ക് ഇതേപോലെ തന്നെ കോർത്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ 2 അറ്റം തമ്മിൽ നമുക്കൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സാധാരണ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടാണ് ജോയിൻ്റ് ആക്കുന്നത്. നന്നായിട്ട് ഇതേപോലെ ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ വർക്ക് ഏകദേശം പൂർണ്ണമായി. അതിനുശേഷം 2ാമത്തെ എൻഡ് ക്യാപ്പ് 4 എടുത്തിരുന്നു. അതിൽ 2 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 2 നമുക്ക് ഇതേപോലെ ഇവിടെ അടച്ചു കൊടുക്കാം.
ഈ രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ അടച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒന്ന് കളറൊക്കെ ഒന്ന് മാറ്റി കുട്ടപ്പനാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇനി ബാക്കി ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇത് വർക്ക് ചെയ്ച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാ നല്ലതുപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലിംഗ് ഷോട്ട് കവണ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ കയ്യിൽ ഇത് അടിക്കൂല. നമ്മൾ കല്ലൊക്കെ ഇട്ടിട്ട് അടിക്കുകയാണെങ്കിൽ തന്നെ കൈക്കൊന്നും സംഭവിക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിസ്റ്റമാണ്. PVC പൈപ്പ് കൊണ്ടൊരു കവണ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ട്യൂബ് പീസാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി മോഡലിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതാ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കുറേ ബലൂണും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുമേലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ പുതിയ കവണ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളത്. അപ്പം അതിലേക്ക് അടിച്ചു നോക്കുകയാണെങ്കിൽ അപ്പോൾ നീ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കും. കയ്യിൽ കറക്റ്റായിട്ട് പിടിച്ചു. ഓക്കെ, അങ്ങനെയാണ് വെക്കേണ്ടത്. ബലൂൺ അവിടെ റെഡിയാണ്. ഒരു ക്യാമറ കൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിൽ കുടുക്കി അതിന് ശേഷം കല്ലെടുത്ത് കേട്ടോ. കല്ല് വെച്ചിട്ടാണ് നമ്മളെ കവണ ഉപയോഗിക്കുന്നത് കേട്ടോ. യെസ്, കറക്റ്റല്ലേ? സെറ്റാണ്. നമുക്ക് ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിൽ കാണുന്നുണ്ടോ വിചാരിക്കുന്നത്? ആദ്യം ഏതെങ്കിലും ഒന്നിനും എടുക്കലേ. ഓക്കെ, മിസ് നമുക്ക് എത്രത്തോളം കഴിയുന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഓരോന്ന് നമുക്ക് ശ്രമിക്കാൻ പോവാണ്. രണ്ടാമത്തെങ്കിലും കുടുങ്ങേണ്ടി കേട്ടോ. പൊളി, എങ്ങനെയുണ്ട്? അടിപൊളി. പുതിയ തെറ്റിയിട്ടില്ല. നമ്മൾ ബ്ലൂ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ബ്ലൂ അതേപോലെ പൊട്ടിയിട്ടുണ്ട്. പൊളി, എങ്ങനെയുണ്ട്? നെക്സ്റ്റ് ഐറ്റം നമ്മൾ ആ സവനപ്പമ്മയ്ക്ക് എത്തുമ്പോഴാക്കാരെ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം യെസ്, പവർ, യെസ്. KGF അത് ഏതായാലും കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ. ഇനി ആ ഗ്രീനാണ് കൊള്ളിക്കാനുള്ളത്. ഗ്രീൻ ബലൂൺ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത സവനപ്പ് നോക്കാം. യെസ്, യെസ്, പോളീസ്. മോനെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അമ്പത്തിന് കുറച്ച് സവനപ്പ് ഇടാൻ കുറിച്ചാ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ലൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. ബൈ.